അല്ല എങ്ങായോളെ നിങ്ങൾ എന്റെ മൈമുണ്ണിനെങ്ങാനും കാണുന്നുണ്ടായോടെ ഓലല്ല അവിടെ നിന്റെ തോണിട്ട് കളിച്ചിന്ന് ഫരീദാജി ആരാന്ന് നാട്ടുകാർക്ക് മീമിനെ അറിയാം. എന്നിട്ട് ഈ മോയന്തിനെ അറിയില്ല എന്ന് പറഞ്ഞാല് 1 2 കമ്പ്യൂട്ടർ ഓടിക്കാൻ പോവാ അത്ര കമ്പ്യൂട്ടർ എന്നെ പറ്റിക്കാൻ. മൈമുല്ലേ എന്താണ് വിളിച്ചത്? അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം, നിൽക്കണം അവിടെ. ഞാൻ നേർമോടെ വന്നിട്ടുള്ളത് എന്നോട് എന്തെങ്കിലും മുണ്ടി പറയാൻ വേണ്ടിട്ടാണേ. അപ്പൊ ഇത് വാരശീലം ഇത് വന്നപ്പോ തുടങ്ങിയത് ഇങ്ങനെ വാരശീലൊക്കെ നല്ല തന്നെയാണ്. അതിനിപ്പോ എത്ര നേരം ഒരു ഇതുണ്ടോ? അതിനൊക്കെ പരിധിയില്ലേ? നിങ്ങൾക്ക് എന്താ പറയല്ലേ? എന്നോട് ഒരുപാട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തൊക്കെ പറയലച്ചോട് പറഞ്ഞോടി. ദേഷ്യപ്പെട്ടേ എന്താ അത് വിട്. ഞാൻ എന്നോട് ബിസിനസിന്റെ കാര്യം പറയാനാ വന്നത്. അത് കേക്കിച്ച് ഇതാ പറ. പിന്നെ നമുക്കൊരു യന്ത്രത്തിന്റെ ബിസിനസ് വന്നിട്ടുണ്ട്. അല്ല എന്ത് യന്ത്രം അത് വേറെ ലെവലൊരു യന്ത്രാണ്. എന്താ അവിടെ പ്രശ്നം എന്റെ ചെങ്ങായിമാര് ഒരു പെരയും കൂടിയായ എന്തൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണ്ട്. ഈ മോയന്തല്ല ഇതൊക്കെ ചെയ്യണ്ട്. അവിടെ തേച്ചിട്ടില്ല, കോരിയിട്ടില്ല, അടിച്ചിട്ടില്ല, ഒരോലയ്ക്ക് പിന്നെ അവിടെ ചെയ്തിട്ടില്ല. അല്ല അജര ഇതൊക്കെ ചെയ്യും മയമുണ്ണി മാത്രമല്ലോ അവിടെ. പിന്നെ ആരാ ഇവനോട് ഞാൻ എത്ര കാലമായി ഒരു പെണ്ണിട്ട് ചേരാൻ പറഞ്ഞു? ആചാര ഇങ്ങക്കൊരു പെണ്ണ് തെരഞ്ഞു മടുത്തു. ഞാൻ 2 കൊല്ലം നടക്കാൻ വേണ്ടി. അജാതി വർത്താനൊക്കെ അവിടെ നിർത്ത്. അന്റെയൊക്കെ പെണ്ണുണ്ടോ? ആചാരെ പെണ്ണും പടക്കൊഴൊന്നും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. അതിനൊക്കെ പറ്റിയൊരു യന്ത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പകരത്തിലുള്ളത് അത് മതി. ഇപ്പൊ നിങ്ങളെ കുടിയിലെ പണിക്ക് എന്ത് യന്ത്രം? അത് മതി. അതൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി തരാം. നടക്കണ പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ ആചാരിക്കേ ആ യന്ത്രം സെറ്റ് ആയി കൊടുക്കും. ബാബുവിന്റെ യന്ത്രം ശരി ശരി ബാബു ആചാര